സെക്കൻഡ് ഇയർ ഫസ്റ്റ് ടേമിൻ്റെ ഇവാലുവേഷൻ 2019-2020 ബയോളജി ക്വസ്റ്റ്യൻ പേപ്പറിൽ ബോട്ടണി ഭാഗത്തിൻ്റെ ക്വസ്റ്റ്യൻ അനാലിസിസും ആൻസേഴ്സുമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ബോട്ടണിയിലെ ആദ്യ ഭാഗത്തെ 4 ചാപ്റ്ററുകളിലെ ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 30 മാർക്കിലാണ് ചോദ്യങ്ങൾ എന്ന് അറിയാമല്ലോ. ഇതിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് 1 മാർക്കിൻ്റെ 3 എണ്ണം, ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 2 മാർക്കിൻ്റെ 9 എണ്ണം, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 3 മാർക്കിൻ്റെ 3 എണ്ണം. ഇത്രയും ചോദ്യങ്ങൾക്കാണ് ഉത്തരം എഴുതേണ്ടത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് 5 എണ്ണം തന്നിട്ടുണ്ട്. അതിൽ 3 എണ്ണത്തിന് ഉത്തരം എഴുതണം. ഓരോ ചോദ്യത്തിന് ഓരോ സ്കോർ വീതം. ഒന്നാമത്തെ ചോദ്യം, ചൂസ് ദി കറക്റ്റ് ആൻസർ. DNA fragments with same kind of sticky ends can be joined by A. ligase, B. endonuclease, C. exonuclease, D. polymerase. ജനറ്റിക് എഞ്ചിനീയറിങ്ങിൽ DNA ഫ്രാഗ്മെൻറ്റ്സ് പരസ്പരം ഒട്ടിച്ചേർക്കുന്നതിന് ലിഗേറ്റ് ചെയ്യുക എന്ന് പറയും. ലിഗേറ്റ് മീൻസ് ടു ടൈ അപ്പ്. DNA ഫ്രാഗ്മെൻറ്റ്സ് പരസ്പരം ടൈ അപ്പ് ആക്കുന്നതിന് ഉപയോഗിക്കുന്ന എൻസൈം ലിഗേസ്. മോളിക്കുലാർ ഗ്ലൂ എന്ന് പറയും. മറ്റ് ഓപ്ഷൻസ് എന്തിനാണെന്ന് നോക്കാം. ഇതിൽ എൻഡോന്യൂക്ലിയസ് കട്ട്സ് DNA അറ്റ് ഇന്നർ പാർട്സ് ഓഫ് DNA. അത് ആണ് ജനറ്റിക് എഞ്ചിനീയറിങ്ങിൽ ബയോളജിക്കൽ സിസേഴ്സ് എന്നറിയപ്പെടുന്നത്. എക്സോന്യൂക്ലിയസ് കട്ട്സ് DNA അറ്റ് ദെയർ എൻഡ്സ്. DNAയുടെ വശങ്ങളിൽ, അറ്റങ്ങളിൽ, അഗ്രഭാഗങ്ങളിൽ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ് എക്സോന്യൂക്ലിയസ്. Polymerase is an enzyme which is used for the polymerization of biomolecules into bigger molecules. ഉദാഹരണത്തിന് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് കൂടി ചേർന്ന് സ്റ്റാർച്ച് ഉണ്ടാകുന്ന പ്രോസസ്സ് ഒരു പോളിമറൈസേഷൻ പ്രോസസ്സ് ആണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ലിഗേസ് എന്ന് എഴുതിയാൽ ഒരു സ്കോർ. അടുത്ത ചോദ്യം, ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഫസ്റ്റ് 2 ടേംസ് ആൻഡ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്. തന്നിരിക്കുന്നു ഇൻഡൈൻ, സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ, എക്സൈൻ ഡാഷ്. ഇവിടെ തന്നിരിക്കുന്നത് ഒരു പോളൻ ഗ്രെയിനിൻ്റെ ഔട്ടർ വോൾ എക്സൈൻ, ഇന്നർ വോൾ ഇൻഡൈൻ, അവയുടെ മേക്കപ്പ് ആയിട്ടുള്ള കെമിക്കൽ കോമ്പിനേഷൻസാണ്. ഇൻഡൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസും പെക്റ്റിനും കൊണ്ടാണെങ്കിൽ എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. നമുക്ക് അറിയാം, എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് ദി വെരി ഹാർഡ് മെറ്റീരിയൽ, ഡ്യൂറബിൾ മെറ്റീരിയൽ സ്പോറോപൊളനിൻ, വിച്ച് ഈസ് ദി മോസ്റ്റ് ഡ്യൂറബിൾ ബയോളജിക്കൽ മെറ്റീരിയൽ ഇൻ ദി വേൾഡ്. അപ്പോൾ ഉത്തരം സ്പോറോപൊളനിൻ, ഒരു സ്കോർ. അടുത്ത ചോദ്യം, ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ, ഐഡൻറ്റിഫൈ ദി സ്ട്രക്ചർ. താഴെ തന്നിരിക്കുന്ന പടം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. പെരികാർപ്പുണ്ട്, എൻഡോസ്പേം ഉണ്ട്, സ്ക്യൂട്ടല്ലം ഉണ്ട്. സ്ക്യൂട്ടല്ലം എന്ന് പറഞ്ഞാൽ മോണോക്കോട്ട് സീഡിൻ്റെ കോട്ടിലിഡൻ എന്ന് പറയുന്ന പേരാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇതൊരു മോണോക്കോട്ട് സീഡാണ്. തന്നിരിക്കുന്ന പടം മെയ്സ് സീഡിൻ്റെ സെക്ഷണൽ വ്യൂ ആണ് എന്നുള്ളത് കൊണ്ട് മെയ്സ് സീഡ് എന്ന് എഴുതിയാലും മാർക്ക് കിട്ടേണ്ടതാണ്, ഒരു സ്കോർ. അടുത്ത ചോദ്യം, ചൂസ് ദി കറക്റ്റ് ആൻസർ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ? എ ബൾബിൽ, ബി പിക്ചർ, സി ഓഫ്സെറ്റ്, ഡി ട്യൂബർ. ഓരോ ഐറ്റവും നോക്കാം. ബൾബിൽ ഈസ് എ മോഡിഫൈഡ് വെജിറ്റേറ്റീവ് ബഡ് വിത്ത് ദി സ്റ്റോർഡ് ഫുഡ് മെൻ ഫോർ റീപ്രൊഡക്ഷൻ. കാച്ചിൽ, അഗേവ് തുടങ്ങിയ ചെടികളിൽ ഇത്തരം സ്ട്രക്ചേഴ്സ് കാണുന്നു. ഇവ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ആണ്. ഇവ മണ്ണിൽ വീണാൽ പുതിയ ഒരു പ്ലാന്റായി വളരും. പിക്ചർ എന്ന് പറഞ്ഞാൽ കുടം എന്നാണ് അർത്ഥം. പിക്ചർ ഉള്ള ഒരു പ്ലാന്റ് ഉണ്ട്, അതിന് പിക്ചർ പ്ലാന്റ് എന്ന് പറയും. In this, the lamina is modified into a pitcher for attracting and digesting insects.
ഇത് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സിൻ്റെ ലീഫ് മോഡിഫൈ ചെയ്തിട്ടുണ്ടായ ഒരു അഡാപ്റ്റേഷനാണ്. ഓഫ്സെറ്റ് ഈസ് എ സബ് ഏരിയ സ്റ്റെം മോഡിഫിക്കേഷൻ ആക്ടിങ് ആസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ. They are short, one internode long horizontal stem branches which develop from the base of rosette plants bearing tufts of roots and produce new rosette plants at the tips. Example, Eichhornia, Kulavara. A tuber is an underground stem modification. A piece of tuber having at least one eye can form a new plant vegetatively. Example, potato. ഇത് ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ആണ്. സോ ദി ആൻസർ ഈസ് പിക്ചർ. ഇൻസെക്റ്റുകളെ ആഹാരമാക്കുന്ന ചെടികളാണിവ. അതുകൊണ്ട് പിക്ചർ ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ അല്ല. ഈ സെക്ഷനിലെ അവസാനത്തെ ചോദ്യം, fill in the blank. Kalyansona is a semi-dwarf variety of dash. കല്യാൺസോണയും സൊണാലികയും രണ്ട് ഡ്വാർഫ് വീറ്റ് വെറൈറ്റീസ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെക്സിക്കോയിൽ നോർമൻ ബോർലോഗ് 1963 സൃഷ്ടിച്ചെടുത്ത കുള്ളൻ ഇനങ്ങളായ ഗോതമ്പിനങ്ങളുടെ ഇന്ത്യൻ വേർഷൻ ആണ് കല്യാൺസോണയും സൊണാലിക്കയും. ഇവ ഹൈ yielding, ഡിസീസ് റെസിസ്റ്റൻറ്റ്, ഫെർട്ടിലൈസർ റെസ്പോൺസീവ്, ഫോട്ടോ ഇൻസെൻസിറ്റീവ് ഡ്വാർഫ് വെറൈറ്റീസ് ആണ്. ഫോട്ടോ ഇൻസെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇവ ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലും കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വീറ്റ്. ഒരു സ്കോർ. അടുത്ത സെക്ഷൻ ചോദ്യങ്ങളാണ്. ആറാമത്തെ ചോദ്യം, certain floral features that help for pollination are given below. A. Flowers are colorful and rich in nectar. Pollen grains are dry and non-sticky. Pollen grains are protected from wetting by a mucilaginous covering. Feathery stigma. Pollen grains are sticky. Choose the features of wind and insect pollinated flowers from the above. തന്നിരിക്കുന്ന ക്യാരക്ടേഴ്സിനെ രണ്ട് ഗ്രൂപ്പാക്കി തിരിച്ച് ഇൻസെക്റ്റ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെയും വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെയും ക്യാരക്ടേഴ്സ് തിരിച്ചെഴുതുക എന്നുള്ളതാണ്, എടുത്ത് എഴുതുക എന്നുള്ളതാണ് ചോദ്യം. ഇൻസെക്റ്റ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ പ്രത്യേകതയും വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ പ്രത്യേകതയും വേർതിരിച്ച് തന്നെ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. തന്നിരിക്കുന്ന ക്യാരക്ടേഴ്സിനെ രണ്ട് ഗ്രൂപ്പാക്കി തിരിച്ചാൽ, ഫ്ലവേഴ്സ് ആർ കളർഫുൾ ആൻഡ് റിച്ച് ഇൻ നെക്ടർ. ഇത് ഇൻസെക്റ്റുകളെ ആകർഷിക്കാനുള്ള ക്യാരക്ടേഴ്സാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇൻസെക്റ്റ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ ക്യാരക്ടറാണത്. പോളൻ ഗ്രെയിൻസ് ആർ ഡ്രൈ ആൻഡ് നോൺ സ്റ്റിക്കി. ഇത് കാറ്റിലൂടെ പോളൻ ഗ്രെയിൻസ് പറന്നു പോകുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഓപ്ഷൻ ആയതുകൊണ്ട് ഇത് വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ ക്യാരക്ടർ. അടുത്ത ക്യാരക്ടർ, പോളൻ ഗ്രെയിൻസ് ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം വെറ്റിംഗ് ബൈ എ മ്യൂസിലേജിനസ് കവർ. ഇത് വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ ക്യാരക്ടറാണ്. ഫെദറി സ്റ്റിഗ്മ, ദിസ് ഈസ് ഓൾസോ വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ ക്യാരക്ടറാണ്. പോളൻ ഗ്രെയിൻസ് ആർ സ്റ്റിക്കി, ഇത് ഇൻസെക്റ്റ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ ക്യാരക്ടറാണ്. അഡീഷണൽ പോയിൻറ്റ്സ് പറയുകയാണ്. വിൻഡ് പോളിനേറ്റഡ് ഓർ അനിമോഫിലിയസ് ഫ്ലവേഴ്സിൻ്റെ ക്യാരക്ടേഴ്സ്, എ വെരി ലാർജ് നമ്പർ ഓഫ് പോളൻ ഗ്രെയിൻസ് ആർ പ്രൊഡ്യൂസ്ഡ്. Pollen grains are very light. Stamens have long filaments and versatile anthers. Flowers are small without nectar, scent or color. Stigmas are exerted and hairy. Entomophilous flowers-inde characters, additional characters ഇവയാണ്. Flowers have aroma or scent or foul odor. Stigma are sticky and inserted. Visiting insects are fed by nectar or by pollen grains. Flowers are strong enough to bear the weight of visiting insects. Flowers are usually bigger in size. If small, they occur in inflorescences. തന്നിരിക്കുന്ന ക്യാരക്ടേഴ്സുകളിൽ നിന്ന് സെലക്റ്റഡായി രണ്ട് ക്യാരക്ടേഴ്സ് എഴുതിയാൽ 2 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും.
2 മാർക്കിൻ്റെ അടുത്ത ചോദ്യം. എക്സ്പ്ലാന്റ് ആൻഡ് ടോട്ടിപ്പൊട്ടൻസി ആർ 2 terms റിലേറ്റഡ് ടു ടിഷ്യൂ കൾച്ചർ. എക്സ്പ്ലെയിൻ ദി 2 terms. ടിഷ്യൂ കൾച്ചറുമായി ബന്ധപ്പെട്ട ഈ ചോദ്യത്തിൽ 2 വാക്കുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്പ്ലാന്റ് എന്നാൽ ഒരു ചെടിയുടെ ഏതൊരു ഭാഗമാണോ ടിഷ്യൂ കൾച്ചറിന് ഉപയോഗിക്കുന്നത് ആ ഭാഗത്തിന് എക്സ്പ്ലാന്റ് എന്ന് പറയുന്നു. എ സെൽ ഓർ ടിഷ്യൂ ഓർ പ്ലാന്റ് പാർട്ട് യൂസ്ഡ് ഇൻ ടിഷ്യൂ കൾച്ചർ ഈസ് കോൾഡ് എക്സ്പ്ലാന്റ്. ഒരു സെല്ലിന് അല്ലെങ്കിൽ ടിഷ്യൂവിന് അതിൻ്റെ ഹോൾ പ്ലാന്റ് അല്ലെങ്കിൽ ബോഡി ആകാനുള്ള കംപ്ലീറ്റ് ശേഷിയുമുണ്ട്. ഈ ശേഷിക്ക് പറയുന്ന പേരാണ് ടോട്ടിപ്പൊട്ടൻസി. ഇറ്റ് ഈസ് ദി കപ്പാസിറ്റി ടു ജനറേറ്റ് എ ഹോൾ പ്ലാന്റ് ഫ്രം എനി സെൽ ഓർ പാർട്ട് ഓഫ് പ്ലാന്റ് ബോഡി in a test tube or vessel under sterile condition in a special nutrient medium. This idea was firstly proposed by a scientist called Haberland in 1902. ഈ 2 ആശയങ്ങളും ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ 2 മാർക്ക്. അടുത്ത ചോദ്യം. അനലൈസ് ദി ടേബിൾ ഗിവൺ ബിലോ ആൻഡ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് കോളം നെയിം ഓഫ് ഓർഗാനിസം, സെക്കൻഡ് കോളം ക്രോമസോം നമ്പർ ഇൻ മിയോസൈറ്റ്സ്, ക്രോമസോം നമ്പർ ഇൻ ഗ്യാമീറ്റ്സ് തേർഡ് കോളം. ഇതിൽ ഓർഗാനിസങ്ങളുടെ പേര് തന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ക്രോമസോം നമ്പർ ഇൻ മിയോസൈറ്റ്സ് എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. മിയോസൈറ്റ് എന്ന് പറഞ്ഞാൽ മിയോസിസ് നടക്കുന്ന സെല്ലുകൾ എന്നാണ് അർത്ഥം. മിയോസിസ് നടക്കുന്ന മദർ സെല്ലുകൾ. മിയോസിസ് നടക്കുന്ന മദർ സെല്ലുകൾ എല്ലായ്പ്പോഴും ഡിപ്ലോയിഡ് സെല്ലുകളായിരിക്കും. അപ്പോൾ 2n നമ്പർ ഓഫ് ക്രോമസോംസ് ആയിരിക്കും മിയോസൈറ്റുകളിൽ ഉണ്ടാവുക. എന്നാൽ ക്രോമസോം നമ്പർ ഇൻ ഗ്യാമീറ്റ്സ് എപ്പോഴും മിയോസിസ് നടന്നിട്ടാണ് ഗ്യാമീറ്റ്സ് ഉണ്ടാകുന്നത്. ഒരു മിയോസിസ് നടക്കുമ്പോൾ ഗ്യാമീറ്റ് മദർ സെല്ലിൽ നിന്ന് 4 ഡോട്ടർ സെല്ലുകൾ ഉണ്ടാവുകയും ഓരോ ഡോട്ടർ സെല്ലും അതായത് ഓരോ ഗ്യാമീറ്റും ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഉള്ള സെല്ലുകളുമായിരിക്കും. ഹാപ്ലോയിഡ് സെറ്റ് ഓഫ് ക്രോമസോംസ് ഉള്ള സെല്ലുകളുമായിരിക്കും. അപ്പോൾ ക്രോമസോം നമ്പർ മിയോസൈറ്റിലെ ഇരട്ടി നമ്പറും 2n നമ്പറും ക്രോമസോം നമ്പർ ഇൻ ഗ്യാമീറ്റ്സിൽ n നമ്പറും ആയിരിക്കും. ഈ ഒരു അറിവ് നമുക്കുണ്ടെങ്കിൽ ക്രോമസോം നമ്പർ രേഖപ്പെടുത്തുന്നതിന് ഈ കോളങ്ങൾ ഫില്ല് ചെയ്യുന്നതിന് വളരെ എളുപ്പമായിരിക്കും. ഈ ടേബിൾ ആൻസർ ഷീറ്റിലേക്ക് കോപ്പി ചെയ്യുക, ഫിൽ ചെയ്യുക. നെയിം ഓഫ് ഓർഗാനിസം ഡാഷ് 46 ക്രോമസോമുകളാണ് മിയോസൈറ്റിലുള്ളത്. പകുതി ക്രോമസോമുകളായ 23 എണ്ണമാണ് ഗ്യാമീറ്റ്സിലുള്ളത്. ഇത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ക്രോമസോം നമ്പറാണെന്ന് നമ്മൾ പല പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ്. അടുത്ത ഓർഗാനിസം റൈസ്. 24 ക്രോമസോംസാണ് മിയോസൈറ്റിലുള്ളത് എങ്കിൽ ഗ്യാമീറ്റ്സിൽ എത്രയായിരിക്കും? അതിന് പകുതി സെറ്റ് ക്രോമസോംസ്, അതായത് 12 എണ്ണം. ആപ്പിൾ മിയോസൈറ്റിൽ ഇവിടെ നമ്പർ കൊടുത്തിട്ടില്ല, എന്നാൽ ഗ്യാമീറ്റ്സിൽ 17 എണ്ണമാണ്. അപ്പോൾ അതിൻ്റെ ഇരട്ടി 2n നമ്പർ എന്ന് പറയുന്നത് 34 ക്രോമസോമുകളാണ് മിയോസൈറ്റുകളിലുള്ളത്. ഒനിയൻ 16 ക്രോമസോമുകളാണ് മിയോസൈറ്റുകളുള്ളതെങ്കിൽ ഗ്യാമീറ്റ്സിൽ 8 ക്രോമസോമുകൾ ഉണ്ടായിരിക്കും. ഇതിന് മൊത്തം 2 മാർക്ക്. അടുത്ത ചോദ്യം. ദി കട്ടിംഗ് ഓഫ് DNA അറ്റ് സ്പെസിഫിക് ലൊക്കേഷൻസ് ബിക്കെയിം പോസിബിൾ വിത്ത് ദ ഡിസ്കവറി ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈംസ്. എക്സ്പ്ലെയിൻ ദി മെത്തേഡ് ഓഫ് നെയിമിംഗ് ദീസ് എൻസൈംസ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈമുകളുടെ പേര് കൊടുക്കുന്ന രീതി, അതായത് നോമൻക്ലേച്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഉദാഹരണ സഹിതമാണ് നമ്മൾ അത് എഴുതുക. അതിനു മുമ്പായി ജനറൽ ആയിട്ടുള്ള ആശയം പറയാം. ഒരു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിൻ്റെ പേരിൻ്റെ ആദ്യത്തെ ലെറ്റർ, ദി ഫസ്റ്റ് ലെറ്റർ ഓഫ് ദി നെയിം കംസ് ഫ്രം ദി ജീനസ് നെയിം ഓഫ് ദി ബാക്ടീരിയം. പിന്നീടുള്ള 2 ലെറ്റേഴ്സ്, ദി സെക്കൻഡ് 2 ലെറ്റേഴ്സ് കം ഫ്രം ദി ഫസ്റ്റ് 2 ലെറ്റേഴ്സ് ഓഫ് ദി സ്പീഷീസ് നെയിം ഓഫ് ദി പ്രോകാരിയോട്ടിക് സെൽ ഫ്രം വിച്ച് ദേ ആർ ഐസൊലേറ്റഡ്. പ്രോകാരിയോട്ടിക് സെൽ എന്ന് ഉദ്ദേശിക്കുന്നത് ബാക്ടീരിയൽ സെൽ. ദി 4th ലെറ്റർ ഡിനോട്ട്സ് ദി സ്ട്രെയിൻ ഓഫ് ദി ബാക്ടീരിയം. അങ്ങനെ ഒരു സ്ട്രെയിൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ക്യാപിറ്റൽ
ലെറ്റർ ആണ് ഉപയോഗിക്കുക. ലാസ്റ്റ് ലെറ്റർ ഈസ് എ റോമൻ നമ്പർ which denotes the order in which the enzyme has been isolated from that strain of bacteria. ആ ബാക്ടീരിയ സ്ട്രെയിനിൽ നിന്ന് എത്രാമത്തെ എൻസൈമാണ് ഇത് എന്ന് കാണിക്കുന്നതാണ് ലാസ്റ്റ് റോമൻ ലെറ്റർ. ഈ ഉദാഹരണം നോക്കൂ. എക്കോ R1 ഐസൊലേറ്റഡ് ഫ്രം എസ്ട്രിഷ്യ കോളൈ RY13. RY13 എന്നുള്ളത് സ്ട്രെയിനിൻ്റെ പേരാണ്. ദി ഫസ്റ്റ് ലെറ്റർ E is the genus name from which എക്കോ R1 is isolated. 2-3 ലെറ്റേഴ്സ് ആയിട്ടുള്ള CO represents the species name. കോളൈ. R stands the name of strain of bacteria RY13. 1 stands for the first restriction endonuclear isolated from that strain of bacteria. ഈ ഉത്തരം എഴുതുമ്പോൾ ഉദാഹരണം സഹിതം എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല. അങ്ങനെ ചെയ്താൽ ഏറ്റവും നന്ന്. അല്ലെങ്കിൽ ജനറലൈസ് ചെയ്ത് എഴുതുമ്പോൾ 4 പോയിൻറ്റ്സ് എഴുതണം. 2 മാർക്ക് ലഭിക്കും. അടുത്ത ചോദ്യം. ഡിഫൈൻ മൈക്രോസ്പോറോജെനസിസ്. റൈറ്റ് ദി പ്ലോയിഡി ഓഫ് മൈക്രോസ്പോർ. മൈക്രോസ്പോർ എന്നുള്ളത് പോളൻ ഗ്രെയിൻസ് ആണെന്ന് നമുക്കറിയാം. സ്പോറോജെനസിസ് മീൻസ് ജെനസിസ് ഓഫ് സ്പോർസ്. സ്പോർസ് ഉണ്ടാകുന്ന പ്രക്രിയ. മൈക്രോസ്പോറോജെനസിസ് മീൻസ് മൈക്രോസ്പോർ ഉണ്ടാകുന്ന പ്രക്രിയ. ദി process of formation of microspores or pollen grains from its mother cells is called microsporogenesis. ഇത് മൈക്രോസ്പോർ മദർ സെല്ലുകളിൽ മിയോസിസ് നടന്നാണ് മൈക്രോസ്പോർസ് അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് ഉണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ട് മൈക്രോസ്പോർസിൻ്റെ പ്ലോയിഡി ഹാപ്ലോയിഡി. ഡെഫിനിഷൻ എഴുതുന്നതിന് 1 മാർക്ക്, പ്ലോയിഡി എഴുതുന്നതിന് മറ്റൊരു മാർക്ക്. ടോട്ടൽ 2 സ്കോർസ്. അടുത്തത് ഫിലപ്പ് ദി ബ്ലാങ്ക്സ് ആണ്. ടേബിൾ തന്നിരിക്കുന്നു. അത് ബുക്കിലേക്ക് ആൻസർ ഷീറ്റിലേക്ക് കോപ്പി ചെയ്യുക. അനലൈസ് ദി ടേബിൾ ഗിവൺ ബിലോ ആൻഡ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. കോളം എ ഷോസ് ദി പെക്യുലാരിറ്റി ആൻഡ് കോളം ബി ഷോസ് ദി നെയിം ഓഫ് ദി സ്ട്രക്ചർ. സ്റ്റോക്ക് ഓഫ് ദി ഓവ്യൂൾ ഡാഷ്. ബി ഇസ് ഡാഷ്. ന്യൂസിലസ്. Protective envelopes of the ovule C dash. Junction between ovule and funicle dash. ഇത് ഓവ്യൂളിൻ്റെ സ്ട്രക്ചറാണ്. റിപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഈ ഭാഗം വരച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പം ആൻസർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റോക്ക് ഓഫ് ദി ഓവ്യൂൾ ഈസ് ഫ്യൂണിക്കിൾ. ഡാഷ് ഈസ് ദി ന്യൂസെല്ലസ്. It is multicellular mass of tissue with a large amount of food materials inside the ovule. Protective envelopes of the ovule. 2 layers are there. They are called integuments. Outer integument and inner integuments. Junction between ovule and funicle. It is the part which is called hilum. ചാർട്ടിൽ കൊടുത്തിരിക്കുന്ന സ്ലൈഡിൽ കൊടുത്തിരിക്കുന്ന ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് പേപ്പറും പേനയും എടുത്ത് വരച്ചോളൂ. 2-3 പ്രാവശ്യം വരച്ചാൽ തന്നെ അത് മനസ്സിലാക്കി വയ്ക്കാവുന്നതാണ്. ചിത്രത്തിൽ കാണുന്നത് വെണ്ടയ്ക്കയുടെ ഓവറി സെക്ഷണൽ വ്യൂ ആണ്. അതിൽ ഓവ്യൂൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാം. 4 ലേബലിങ്സ് കറക്റ്റായാൽ 2 മാർക്ക്. അടുത്ത ചോദ്യം. ഒബ്സർവ് ദി ഇവൻറ്റ്സ് ഗിവൺ ബിലോ. Embryogenesis, gametogenesis, syngamy. Choose a post-fertilization event from the above and define it. Reproduction in flowering plantsലെ തന്നെ ചോദ്യമാണ്. റിപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ 3 സ്റ്റേജുകളിലായിട്ടാണ് 3 ഫേസുകളിലായിട്ടാണ് നമ്മൾ ഈ ഭാഗങ്ങൾ പഠിക്കുന്നത്. പ്രീ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്. ഇതിൽ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻ്റ് ഏതാണ് എന്നാണ് ചോദ്യം. നമുക്കറിയാം ഗ്യാമേറ്റ്സ് ഉണ്ടായതിന് ശേഷമാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിന് ശേഷമാണ് എംബ്രിയോജെനസിസ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻ്റാണ് ഗ്യാമറ്റോജെനസിസ്, ഫെർട്ടിലൈസേഷൻ ഇവൻ്റാണ് സിംഗാമി, എംബ്രിയോജെനസിസ് ആണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻ്റ്. ഇനി ഈ ഇവൻ്റ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. നോക്കൂ എത്ര എളുപ്പമാണ്.
After fertilization, zygote is formed. Development of embryo from zygote is called embryogenesis. So, embryogenesis ഏതാണ് എന്ന് ചൂസ് ചെയ്യുന്നതിന് ഒരു മാർക്ക്, എംബ്രിയോജെനസിസ് ഡിഫൈൻ ചെയ്യുന്നതിന് ഒരു മാർക്ക്. മറ്റ് രണ്ട് ടേംസിൻ്റെ കൂടെ ഡെഫിനിഷൻസ് കൊടുക്കുന്നു. ദി പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗാമീറ്റ്സ് ഫ്രം ദിയർ മദർ സെൽസ് ഈസ് കോൾഡ് ഗാമിറ്റോജെനസിസ്. ഇറ്റ് ഈസ് എ pre-fertilization event. Syngamy is the union of gametes or the fertilization process. അടുത്ത ചോദ്യം. In some plants, residual persistent nucellus can be seen. Name this kind of nucellus. Give an example of a seed that contains this kind of nucellus. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫാക്ച്വൽ നോളജാണ്. ബ്ലാക്ക് പെപ്പർ, ബീട്രൂട്ട് മുതലായ ചെടികളിലെ സീഡുകളിൽ ഈ തരത്തിലുള്ള ന്യൂസിലസ് അവയുടെ സീഡ് മെച്ചുറായാലും കാണാവുന്നതാണ്. സാധാരണ രീതിയിൽ ന്യൂസിലസ് ഈസ് ബീയിങ് യൂസ്ഡ് അപ്പ് വൈൽ ദി എംബ്രിയോ ഈസ് ഫോംഡ്. എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് വരുന്ന മുറയ്ക്ക് ന്യൂസിലസ് ഇല്ലാതെയാകുന്നു എന്നുള്ളതാണ് ആൻജിയോസ്പേം പ്ലാന്റ്സിൽ കാണുന്നത്. എന്നാൽ ചില സീഡുകളിൽ ഇവ സീഡ് മെച്ചുറായാലും റിമെയിൻ ചെയ്യുന്നു. അത്തരം റെമനൻസിന് പറയുന്ന പേരാണ് പെരിസ്പേം. പെരിസ്പേം എന്നെഴുതുന്നതിന് ഒരു മാർക്ക്, എക്സാമ്പിൾ എഴുതുന്നതിന് ഒരു മാർക്ക്. മ്യൂൾ ഈസ് പ്രൊഡ്യൂസ്ഡ് ത്രൂ എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ക്രോസ്. നെയിം ദാറ്റ് ക്രോസ്, ഡിഫൈൻ ദാറ്റ് ക്രോസ്. മ്യൂൾ എന്ന് പറയുന്ന, അതായത് കോവർക്കഴുത എന്ന് പറയുന്ന ഓർഗനിസം ഉണ്ടാകുന്നത് ഇക്വസ് എന്ന ഫീമെയിൽ ഹോഴ്സും ഇക്വസ് ആസിനസ് എന്ന് പറയുന്ന മെയിൽ കഴുതയും തമ്മിൽ മെയ്റ്റ് ചെയ്യുമ്പോൾ ആണ്. വ്യത്യസ്ത സ്പീഷീസുകളിൽ പെട്ട ജീവികൾ തമ്മിലുള്ള ബ്രീഡിങ്ങിന് പറയുന്ന പേരാണ് ഇൻ്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. ഇവിടെ കുതിരയും കഴുതയും ഒരേ ജീനസ് ആണെങ്കിലും വ്യത്യസ്ത സ്പീഷീസുകളിൽ പെടുന്നത് കൊണ്ട് മ്യൂളിൻ്റെ പ്രൊഡക്ഷൻ ഒരു ഇൻ്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ ആണ്. ഇൻ്റർ മീൻസ് ബിറ്റ്വീൻ, സ്പെസിഫിക് റിലേറ്റഡ് ടു സ്പീഷീസ്, hybridization is the mixing up. So this is an example for interspecific hybridization resulting in the formation of mule. Interspecific hybridization എന്ന് എഴുതുന്നതിന് ഒരു മാർക്ക്, അത് ഡിഫൈൻ ചെയ്യുന്നതിന് മറ്റൊരു മാർക്ക്. ടോട്ടൽ 2 മാർക്ക്. In certain seeds, more than one embryo can be seen. Name this condition and give an example. The presence or the formation of more than one embryo in the seeds is called polyembryony. മാംഗോ സീഡുകളിലും ഓറഞ്ച് സീഡുകളിലും ഒക്കെ ഇത്തരത്തിലുള്ള പോളി എംബ്രിയോണി കാണാവുന്നതാണ്. പോളി മീൻസ് മെനി, എംബ്രിയോണി മീൻസ് ഫോർമേഷൻ ഓഫ് എംബ്രിയോ. ഡെഫിനിഷന് ഒരു മാർക്ക്, എക്സാമ്പിൾ ഒരു മാർക്ക്. സ്പൈറുലീന ഈസ് എ SCP. Expand SCP. And how can spirulina be grown? SCP means single cell protein. Spirulina is an example of single cell protein. It is a blue-green alga or cyanobacterium used as food or fodder. Spirulina can be grown in starch-rich wastewater of potato processing industries, animal manure and sewage. Spirulina is not only rich in protein, it contains carbohydrates, fats, minerals and vitamins. SCP എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നതിന് ഒരു മാർക്ക്, എങ്ങനെ ഗ്രോ ചെയ്യുന്നു എന്ന് എഴുതുന്നതിന് ഒരു മാർക്ക്. സിംഗിൾ സെൽ പ്രോട്ടീനുകളായി ഉപയോഗിക്കപ്പെടുന്ന മറ്റ് ചില ഓർഗനിസങ്ങളാണ് ബാക്ടീരിയകൾ, മഷ്റൂംസ്, ഈസ്റ്റ്, ക്ലോറല്ല പോലെയുള്ള ആൽഗകൾ. ഇനി 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. മെയിൻ്റനൻസ് ഓഫ് ബീ ഹൈവ്സ് ഓഫ് ഹണി ബീസ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ഹണി ഈസ് കോൾഡ് ബീ കീപ്പിംഗ്. ഗീവ് ദി ടെക്നിക്കൽ ടേം ഫോർ ദി ബീ കീപ്പിംഗ്.
Write any 4 points that are important for successful beekeeping. The technical term for beekeeping is apiculture. It's the rearing, care and management of honeybees for obtaining honey and wax. The place where honeybees are reared is called apiary. അപ്പിക്കൾച്ചറിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 1. The nature and habits of bees. 2. A proper location for beehive where bees are not get disturbed. 3. Technique to catch and hive swarms, management requirement for different seasons. 4. Filling of honey frames. And 5. Technique to extract honey and beeswax. ഇതിൽ ഏതെങ്കിലും 4 പോയിൻറ്റ്സ് എഴുതിയാൽ 2 മാർക്ക്. ആദ്യത്തെ അപ്പിക്കൾച്ചർ വേർഡിന് 1 മാർക്ക്, മൊത്തം 3 മാർക്ക്. ഒബ്സർവ് ദി ഫിഗർ ഗിവൺ ബിലോ. ക്വസ്റ്റ്യൻസ്: എക്സ്പ്ലെയിൻ ദി പ്രോസസ് ദാറ്റ് ലീഡ് ടു ദി ഫോർമേഷൻ ഓഫ് എ ആൻഡ് ബി ഇൻ ദി ഫിഗർ. ലേബൽ ദി പാർട്ട് സി. തന്നിരിക്കുന്ന പടം ഒരു എംബ്രിയോ സാക്ക് ആണ് എന്ന് മനസ്സിലാക്കണം. അതിൽ 3 സ്ട്രക്ചേഴ്സ് തന്നിട്ടുണ്ട്. എയും ബിയും ലേബൽ ചെയ്തിട്ടുണ്ട്. സൈഗോട്ട് ആൻഡ് ബി പെൻ, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. സി എന്താണെന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ആദ്യത്തെ ചോദ്യം: എക്സ്പ്ലെയിൻ ദി പ്രോസസ്സസ്. എയും ബിയും ഉണ്ടാകുന്ന പ്രോസസ്സ് എന്താണ്? ആൻജിയോസ്പേം പ്ലാന്റ്സിൽ സൈഗോട്ടും പെന്നും ഒരേ സമയം ഉണ്ടാകുന്ന ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് ആയതുകൊണ്ട് ഇതിന് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നു. ഇതിൽ സിംഗാമി വഴി സൈഗോട്ടും ട്രിപ്പിൾ ഫ്യൂഷൻ വഴി പെൻ, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസും ഉണ്ടാകുന്നു. സിംഗാമി ഈസ് എ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സ് റിസൾട്ടിംഗ് ഇൻ ദി ഫോർമേഷൻ ഓഫ് സൈഗോട്ട് വിച്ച് ഈസ് ഡിപ്ലോയിഡ്. ട്രിപ്പിൾ ഫ്യൂഷൻ ഈസ് ദി ഫ്യൂഷൻ ഓഫ് മെയിൽ ഗാമേറ്റ് വിത്ത് ദാറ്റ് ഓഫ് polar nuclei resulting in the formation of primary endosperm nucleus which is triploid. Syngamy and triple fusion together known as double fertilization. ഈ സ്ട്രക്ചേഴ്സ് എല്ലാം കാണുന്നത് സെൻട്രൽ സെല്ലിലാണ്. സി എന്ന് എഴുതിയിരിക്കുന്നത് എംബ്രിയോസാക്ക് എന്ന് ലേബൽ ചെയ്യാം. അതല്ലെങ്കിൽ സെൻട്രൽ സെൽ എന്നും എഴുതാം. രണ്ടിനും മാർക്ക് തരേണ്ടതാണ്. അടുത്ത ചോദ്യം: ഫെർട്ടിലൈസേഷൻ മേ ബി എക്സ്റ്റേണൽ ഓർ ഇൻറ്റേർണൽ. 3 questions are there. Write the differences between the 2 types of fertilization. 1 mark. Write the disadvantage of external fertilization. Another mark. Give an example for an organism showing external fertilization. ആദ്യമായി ഡിഫറൻസുകൾ എഴുതാം. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ occurs outside the body of female. Internal fertilization occurs inside the body of female. External fertilization, both the sexes discharge their gametes outside their body. In internal fertilization, only the male discharges the gametes, and that also in the reproductive tract of the female. The female retains the gametes. External fertilization is not a sure method, but internal fertilization is a sure method of fertilization. Embryo develops unprotected outside the body of the female in external fertilization. But in internal fertilization, embryo is generally well protected but may develop outside the body or inside the body of the female. External fertilization examples: fishes and amphibians. Internal fertilization examples: reptiles, birds, mammals, insects and spiders. ഇതിൽ എക്സ്റ്റേണൽ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ ഡിഫറൻസുകൾ 2 പോയിൻറ്റുകൾ വീതം എഴുതിയാൽ മതി. 1 മാർക്ക് കിട്ടും. ഇനി ഡിസഡ്വാൻറ്റേജ് എഴുതണം. ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ്: the offspring are extremely vulnerable to predators threatening their survival. Another disadvantage: they have to produce enormous number of gametes. ഇതിൽ ആദ്യത്തെ പോയിൻ്റ് എഴുതിയാൽ മതിയാകും. അതിന് 1 മാർക്ക്. ഫെർട്ടിലൈസേഷനുള്ള ഒരു ജീവിയുടെ പേര് എഴുതിയാൽ മതി, 1 മാർക്ക്. മൊത്തം 3 മാർക്ക്. ഒരു ചോദ്യം കൂടി:
Continued self-pollination result in inbreeding depression. So, flowering plants have developed many devices to discourage self-pollination. Write any 3 such devices. ക്രോസ് പോളിനേഷനെ പ്രോത്സാഹിപ്പിക്കുന്ന ഔട്ട്ബ്രീഡിംഗ് ഡിവൈസുകളിൽ 3 എഴുതാനാണ് ചോദ്യം. ഒന്നാമതായി സെൽഫ് സ്റ്റെറിലിറ്റി. പോളൻ ഗ്രെയിൻസ് ആർ ഇൻകേപ്പബിൾ ഓഫ് ഗ്രോയിങ് ഓവർ ദ സ്റ്റിഗ്മ ഓഫ് ദി സെയിം ഫ്ലവർ. This is a genetic barrier usually seen in tobacco plants. Another outbreeding device, unisexuality. Presence of male and female flowers separately in monoecious and also in dioecious plants. Example, coconut. Dichogamy, where anthers and stigmas mature at different times. Clerodendron, പെരുഗ് നല്ല ഒരു ഉദാഹരണമാണ്. മറ്റൊന്നാണ് ഹെറ്ററോസ്റ്റൈലി. In this, the flowers have 2 or 3 heights of styles and stamens occupying at different positions. This is hercogamy. They are mechanical devices to prevent self-pollination and favor cross-pollination in bisexual flowers. Example, the mature stigmas and anthers occur in different positions as in Gloriosa superba. ചോദ്യത്തിനനുസരിച്ച് ഉത്തരം എഴുതിയാൽ മതി. 3 പോയിൻ്റുകൾ എഴുതിയാൽ 3 മാർക്ക്. കൂടുതൽ പോയിൻറ്റ്സ് തന്നിരിക്കുന്നത് റെഡി റെഫറൻസിന് വേണ്ടിയിട്ടാണ്. ഈ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പരമാവധി പ്രയോജനപ്പെടുത്തുക. പല പ്രാവശ്യം കാണുകയും എഴുതുകയും വരയ്ക്കുകയും വായിക്കുകയും ചെയ്യുക. നന്മ വരട്ടെ. താങ്ക് യു വെരി മച്ച്. Subscribe Raju Science World for more videos.